ഹേ ഗായ്സ്, അപ്പോൾ സമയം ഒരു 6:30-7 മണിയാവാനായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരുങ്ങണേൻ്റെ തിരക്കിലാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് വെച്ചാൽ അതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ നേരത്തെ കാണിച്ചത്. ആൾക്ക് ഞങ്ങൾ പോകുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സില്ല എന്നാണ് പറയണത്. അപ്പം ഞാൻ ആ കാണിച്ച ഷെൽഫിൽ മൊത്തം ആളുടെ ഡ്രസ്സാണ് കേട്ടോ, ചുമ്മാ വെറുതെ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഓരോരുത്തർ ഒരുങ്ങുന്നുണ്ട്. ഇത് ചേച്ചിയുടെ മോളാണ് കേട്ടോ ഒരുങ്ങണത്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. ധ്രുബേബിനെ ആദ്യം തന്നെ ഒരുക്കി നിർത്തി. അങ്ങനെയാണല്ലോ വേണ്ടത്. മറ്റേത് അവന് ഒരുങ്ങാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഒരിക്കൽ ആദ്യം തന്നെ നിർത്തിയാൽ അവനവിടെ കളിച്ചോളും. അപ്പോൾ എന്താ ഞാനും ഒരുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അമ്മ, ചേച്ചി അവർ രണ്ടുപേരും അവിടെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഒരുങ്ങി റെഡി ആവുന്നുണ്ട്. എങ്ങടെ പോണേന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടെ അമ്പലത്തിൽ ലക്ഷദീപം മഹോത്സവം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളും ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോണത് നമ്മളെല്ലാവരും കൂടി. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അത് കാരണം നമ്മൾ നടക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ അമ്മ ഉണ്ടായിരുന്നു കൂടെ. ഇടയ്ക്ക് വെച്ച് അമ്മ ഒന്ന് സ്റ്റക്കായിട്ടോ. അപ്പോൾ നമ്മുടെ കടയിലൊന്ന് കയറിയതാണ്. അപ്പോൾ പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മളിതാ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവിടെ എത്തിയപ്പോൾ ഒരാൾ ഇതവിടെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അമ്മായിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ ആളും ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ആളുടെ കൂടെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നത് 7 മണി 7:30 ആകുമ്പോൾ തുടങ്ങുന്നതാണ് പറഞ്ഞത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ കളിക്കാനൊക്കെ. ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, ഫോക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡാൻസുകളായിരുന്നു. അപ്പോൾ ഇതാ സ്റ്റേജിൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തന്നെ ഒരാൾ ഇതാ അവിടെയും നല്ല അടിപൊളി സ്റ്റെപ്പുകൾ ഇടുന്നുണ്ട് കേട്ടോ. റുബേബിക്ക് ഇങ്ങനെ പ്രോഗ്രാം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം തന്നെ പ്രോഗ്രാമൊക്കെ ഉള്ളിടത്ത് പോകാൻ പറ്റുന്ന സമയത്താണെങ്കിൽ നമ്മൾ പോവാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 9 മണിയോടുകൂടി ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.